ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിലെങ്ങനെ മയണൈസ് ഉണ്ടാക്കാമെന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ 2 കോഴിമുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. മഞ്ഞ നമുക്ക് ആവശ്യമില്ല, വെള്ളം മാത്രം മതി. ഇപ്പോൾ 2 മുട്ടയുടെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി അല്ലിയിട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പം അടിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മിക്സിയുടെ ഫ്രണ്ടിലോട്ടല്ല നമ്മൾ അടിക്കുക, ബാക്കിലോട്ടാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. ബാക്കിലോട്ടേക്ക് നിർത്തി വേണം അടിച്ചെടുക്കാൻ. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ അടിച്ചെടുക്കുക. ഒരു 30 സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടൊന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ മുട്ടയുടെ വെള്ളയും ഉപ്പും നാരങ്ങാനീരും വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ടാവും. ഇനി അതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നേരത്തെ അടിച്ചെടുത്ത പോലെ തന്നെ ബാക്കോട്ടാണ് അടിച്ചെടുക്കേണ്ടത്. നിർത്തി അടിച്ചെടുക്കുക. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ മയണൈസിൻ്റെ ടെക്സ്ചർ തിക്കായിട്ട് വരും. അപ്പം ഇപ്പോൾ അതൊരു ലൂസ് കൺസിസ്റ്റൻസി ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നിർത്തി അടിച്ചു കൊടുക്കുക. ഒരു തിക്ക് പേസ്റ്റാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഓയിലിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ മയണൈസ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞാൻ മീഡിയം ജാറിലിട്ടിട്ടാണ് മയണൈസ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജാറിലിട്ടാലും നമ്മൾ മയണൈസ് പെർഫെക്റ്റായിട്ട് വരും. ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.